ഇപ്പോൾ 8085 ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഇനി നമുക്ക് കാണാനുള്ളത് ഇന്ററപ്റ്റ് എന്നൊരു കൺസെപ്റ്റാണ്. ഈ ഇന്ററപ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ അടുത്ത കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്ററപ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയില്ല, ഒരു തടസ്സം എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇന്ററപ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ മൈക്രോ പ്രോസസറിന്റെ സാധാരണ ഈ ഓപ്പറേഷൻസിനെ വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ, അതായത് ഏതെങ്കിലും ഒരു എന്താണ് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അങ്ങനെ എന്തെങ്കിലും ഒരാൾ തടസ്സം വരുത്തി അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് വരുമ്പോഴാണ് നമ്മൾ ഇന്ററപ്റ്റുകൾ ഉണ്ടായി എന്ന് പറയാം. ഓക്കെ, so interrupt is a process where an external device can get the attention of the microprocessor. സാധാരണ മൈക്രോപ്രോസസറിന്റെ വർക്കിൽ നിന്നും മാറി വേറെ ഒരു കുറച്ച് എന്താണ് ഒരു പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു കോളിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് എന്ന് വിളിക്കുക. So the process starts from the IO device, അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, കീബോർഡോ മൗസോ അല്ലെങ്കിൽ അതൊക്കെയാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. നമ്മുടെ 8085 അങ്ങനെയല്ല, അതിനായിട്ടുള്ള പെരിഫറൽ ഡിവൈസ് ഉണ്ട്, അതിനാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന്. ദ പ്രോസസ് ഈസ് അസിൻക്രണസ്. അസിൻക്രണസ് എന്ന് വെച്ചാൽ എന്തെന്നാ, ഒരെണ്ണം കഴിഞ്ഞ് രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ അങ്ങനെയില്ല. ഇത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് ഇന്ററപ്റ്റുകൾ വരാം. അപ്പോൾ ഇതെന്താ, ഇന്ററപ്റ്റ് ടെമ്പറലി സസ്പെൻസ് ദ നോർമൽ എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അപ്പോൾ മൈക്രോ പ്രോസസർ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇന്ററപ്റ്റ് വരാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ മൈക്രോ പ്രോസസർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ തൽക്കാലം നിർത്തി വെച്ചിട്ട് ഈ ഇന്ററപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇന്ററപ്റ്റ്സ് അലോ ദ മൈക്രോ പ്രോസസർ ടു റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ ഇവന്റ്സ് സച്ച് ആസ് യൂസർ ഇൻപുട്ട്, സിസ്റ്റം ഇവന്റ്സ് ഓർ ഹാർഡ്വെയർ സിഗ്നൽസ് വിത്തൗട്ട് ദ നീഡ് ഫോർ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ററപ്റ്റ് കൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മുടെ മൈക്രോ പ്രോസസറിന് എന്താണ് എക്സ്റ്റേണൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന കാര്യം, ടൈപ്പ് ചെയ്യുക, മൗസ് കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം, അതല്ല സിസ്റ്റം ഇവന്റ്, സിസ്റ്റത്തിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് വരുന്നുണ്ട്, അതും ഇന്ററപ്റ്റ് വഴിയാണ് കൊടുക്കുക. അതല്ല ഹാർഡ്വെയറിൽ നിന്ന് എന്തെങ്കിലും സിഗ്നൽ വരുന്നുണ്ട്, അതും ഇന്ററപ്റ്റ് വഴിയാണ് നമ്മൾ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ഡിവൈസുമായിട്ടോ കോൺടാക്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഇന്ററപ്റ്റ്സ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. അപ്പൊ ഇന്ററപ്റ്റ് ഈസ് കൺസിഡർഡ് ടു ബി ആൻ എമർജൻസി സിഗ്നൽ. അപ്പൊ സാധാരണ മൈക്രോ പ്രോസസറിന്റെ ഒഴുക്കിനെ സാധാരണ ആരും തടയില്ല, അതായത് വേറെ പ്രോസസ് ഒന്നും തടയില്ല. അപ്പോൾ ഒരു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ എമർജൻസി സിഗ്നൽ. നമ്മുടെ എന്താണ് മൈക്രോ പ്രോസസറിന്റെ അറ്റൻഷൻ ആവശ്യമുണ്ട് എന്നുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഇന്ററപ്റ്റ് ആയിട്ട് കൊടുക്കുക. സോ ദ മൈക്രോ പ്രോസസർ ഷുഡ് റെസ്പോണ്ട് ആസ് സൂൺ ആസ് പോസിബിൾ, കാരണം ഇറ്റ്സ് എൻ എമർജൻസി സിഗ്നൽ. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇന്ററപ്റ്റ് മൈക്രോ പ്രോസസറിന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നാണ് അടുത്ത് കാണുന്നത്. മൈക്രോ പ്രോസസർ റിസീവ്സ് ആൻ ഇന്ററപ്റ്റ് സിഗ്നൽ, it suspends the currently executing program and jumps to the interrupt service routine to respond to the incoming interrupt. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്ററപ്റ്റ് വന്നു എന്നൊരു സിഗ്നൽ മൈക്രോ പ്രോസസർ കിട്ടിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം അവിടെ നിർത്തിവെക്കും. എന്നിട്ട് ഇറ്റ് ജംപ്സ് ടു ആൻ ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ. അത് വേറൊരു റൊട്ടീനാണ്, നമ്മുടെ സബ് റൊട്ടീൻ പോലെ തന്നെ ഇറ്റ്സ് ആൻ ഇന്ററപ്റ്റ് സർവീസ് റൊട്ടീൻ ടു റെസ്പോണ്ട് ടു ദി ഇൻകമിങ് ഇന്ററപ്റ്റ്. ഓക്കെ, ഇനി ഇന്ററപ്റ്റ് എന്നുള്ളത് നമുക്ക് പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പലതരത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്താ, മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. മാസ്കബിൾ എന്ന് വെച്ചാൽ ഒരു ഇന്ററപ്റ്റ് വന്നു, ആ ഇന്ററപ്റ്റിനെ കുറച്ച് നേരം കാത്തു നിൽക്കാം. ഓക്കെ, കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മൈക്രോ പ്രോസസർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെയാണ് അവിടെ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ആൻ ഇന്ററപ്റ്റ് ദാറ്റ് ക്യാൻ ബി ഡിലേഡ്, ഹൂസ് വർക്ക് ക്യാൻ ബി ഡിലേഡ്. ആ വരുന്ന ഇൻപുട്ട് സിഗ്നലിനെ അല്ലെങ്കിൽ ഒരു ഇന്ററപ്റ്റ് സിഗ്നലിനെ കുറച്ച് നേരം കാത്തു നിൽക്കുക, അതിനാണ് നമ്മൾ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയാം. ഇനി നോൺ മാസ്കബിൾ എന്ന് വെച്ചാൽ കനോട്ട് ബി ഡിലേഡ്, അത് എന്തെങ്കിലും എമർജൻസി സിഗ്നൽ ആയിരിക്കും, അത് ഒരു തരത്തിലും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല, അതിനാണ് നമ്മൾ എന്താ വിളിക്കുക, നോൺ മാസ്കബിൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി വേറൊരു തരത്തെ ക്ലാസിഫിക്കേഷൻ വെക്റ്റേർഡ് ആൻഡ് നോൺ വെക്റ്റേർഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വെക്റ്റേർഡ് എന്ന് വെച്ചാൽ എന്താ, the address of the service routine is hardwired. A vector address is the starting address of the subroutine. അതായത് ഈ പറഞ്ഞ ഇന്ററപ്റ്റ് വന്നു കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിലേക്കാണ് നമ്മുടെ മൈക്രോ പ്രോസസറിന്റെ എക്സിക്യൂഷൻ ചെല്ലുക. അപ്പൊ ഏത് അഡ്രസ്സിലേക്ക് ചെല്ലണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് വെക്റ്റേർഡ്. വെക്ടർ എന്ന് വെച്ചാൽ എന്താ, വെക്ടർ മീൻസ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് എ ഡയറക്ഷൻ അല്ലേ. അപ്പൊ ഇവിടെ എന്താ, വെക്റ്റേർഡ് ആയിട്ടുള്ള ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാം.
ഓക്കെ, നമ്മൾ മൈക്രോ പ്രോസസ്സർ ഇന്ന ദിശയിലേക്കാണ് അല്ലെങ്കിൽ ഇന്ന മെമ്മറി ലൊക്കേഷനിലേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? വെക്റ്റേർഡ് എന്ന് വിളിക്കുക. കാരണം വെക്ടർ എന്ന് വെച്ചാൽ ഡയറക്ഷൻ കാട്ടുന്നതാണല്ലോ. അപ്പോൾ വെക്റ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോ പ്രോസസ്സർ ഏത് മെമ്മറി അഡ്രസ്സിലേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ഇനി വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ വെക്റ്റർ അഡ്രസ്. വേറൊന്നുമല്ല, സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദ സബ് റൂട്ടീൻ. ഈ സബ് റൂട്ടീൻ വേറെ നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏറ്റവും ആദ്യത്തെ മെമ്മറി ലൊക്കേഷനാണ് ഇതിൻ്റെ വെക്റ്റർ അഡ്രസ് എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്ന് താഴേക്ക് അതിൻ്റെ എന്തായിരിക്കും, അതിൻ്റെ കോഡായിരിക്കും, കോഡുകൾ മറ്റു കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇനി നോൺ വെക്റ്റർ എന്ന് വെച്ചാൽ എന്താ? അഡ്രസ്സ് നമ്മൾ കൊടുക്കണം, ഇന്ന അഡ്രസ്സിലേക്ക് പോകും എന്ന് നമ്മൾ പറയണം. അപ്പോൾ എന്താ, അത് നോൺ വെക്റ്റർ ആയിട്ടുള്ള ഇന്ററപ്റ്റ് ആണ്. ഇനി when the microprocessor receives interrupt signal through pins, that is hardware of the microprocessor, they are known as hardware interrupt. അപ്പോൾ വരുന്ന ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്രോ പ്രോസസറിൻ്റെ ഇത് പിന്നിൽ നിന്ന് ഇൻപുട്ടായിട്ട് കൊടുത്ത ഒരു ഇന്ററപ്റ്റ് ആണെങ്കിൽ നമ്മളതിനെ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറയും. ഇനി അതിനെ ഒപ്പോസ് ചെയ്ത സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ആർ ദോസ് വിച്ച് ആർ ഇൻസർട്ടഡ് ഇൻ ബിറ്റ്വീൻ പ്രോഗ്രാം, വിച്ച് മീൻസ് ദർ ആർ നിമോണിക്സ് ഓഫ് മൈക്രോ പ്രോസസർ. അതായത് നമ്മളൊരു പ്രോഗ്രാമിനിടയ്ക്ക് നമ്മളൊരു ഇന്ററപ്റ്റ് കൊടുക്കുകയാണ്. ഇതിൻ്റെ പ്രോഗ്രാം ഇത്ര വരെ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻപുട്ട് എടുക്കുക. ഫോർ എക്സാമ്പിൾ കീബോർഡിൽ നിന്നുള്ള യൂസർ ഇൻപുട്ട് എടുക്കുക. അത് നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാമിൽ കോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി there are 5 hardware interrupts in the 8085 microprocessor. 5 ഹാർഡ്വെയർ ഇന്ററപ്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഹാർഡ്വെയർ ഇന്ററപ്റ്റ് എന്താ നമ്മൾ പറഞ്ഞു, ഹാർഡ്വെയറിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് എ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്. ഓക്കെ, INTR, RST 7.5, RST 6.5, RST 5.5 ആൻഡ് RAP, TRAP. ഓക്കെ, അതേപോലെ 8 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ്. അതെന്താണ്? RST 0 മുതൽ RST 7 വരെ. ഓക്കെ, ഇതാണ് നമ്മുടെ 8 സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ്. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ കാണും. ഇനി എങ്ങനെയാണ് ഈ ഇന്ററപ്റ്റുകളോട് മൈക്രോ പ്രോസസ്സർ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് അടുത്ത് നമുക്ക് കാണേണ്ടത്. എന്താ, മൈക്രോ പ്രോസസ്സർ റിസീവ്സ് ആൻ ഇന്ററപ്റ്റ് സിഗ്നൽ ഫ്രോം ദ പെരിഫറൽസ് വിച്ച് ആർ റിക്വസ്റ്റിംഗ് ഇറ്റ് സർവീസസ്. പെരിഫറൽ എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇറ്റ് സ്റ്റോപ്സ് ഇറ്റ്സ് കറന്റ് എക്സിക്യൂഷൻ ആൻഡ് പ്രോഗ്രാം കൺട്രോൾ ഈസ് ട്രാൻസ്ഫർ ടു എ സബ് റൂട്ടീൻ ബൈ ജനറേറ്റിംഗ് കോൾ സിഗ്നൽ. നമുക്ക് എല്ലാവർക്കും പറയാം കോൾ എന്നുള്ള ഇതിനുള്ളതാണ്. ഇറ്റ് ഇസ് ആൻ അൺകണ്ടീഷണൽ ജമ്പ് അല്ലേ? ഒരു സബ് റൂട്ടീനിലേക്കുള്ള ഒരു ചാട്ടത്തിനാണ് നമ്മൾ കോൾ ഉപയോഗിക്കുക. അപ്പോൾ അത്തരത്തിലൊരു കോൾ സിഗ്നൽ വെച്ച് എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം കൺട്രോൾ ഏതെങ്കിലും ഒരു സബ് റൂട്ടീൻ വേറെ സബ് റൂട്ടീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ എന്താ, ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ സബ് റൂട്ടീൻ ബൈ ജനറേറ്റിംഗ് RET സിഗ്നൽ അഗെയിൻ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ബാക്ക് ടു ദി മെയിൻ പ്രോഗ്രാം വേറെ ടെസ്റ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സബ് റൂട്ടീൻ്റെ അവസാനം RET ആണ്, റിട്ടേൺ സിഗ്നലാണ്, തിരിച്ച് മെയിൻ പ്രോഗ്രാമിലേക്ക് വരും. ഓക്കെ, when microprocessor receives interrupt signals, it sends an acknowledgement to the peripheral device is requesting for the service. കിട്ടി, ഞാൻ മൈക്രോ പ്രോസസ്സർക്ക് ഇന്ററപ്റ്റ് സിഗ്നൽ കിട്ടുമ്പോൾ ശരി ആ സിഗ്നൽ എനിക്ക് കിട്ടി എന്ന് നമ്മൾ തിരിച്ചറിയിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ സാധാരണ ഈ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ചില കത്തുകളുടെ കൂടെ ഒരു അക്നോളജ്മെന്റ് വയ്ക്കും. അതായത് ഇത് അഡ്രസ് അയച്ച ആൾക്ക് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ഡോക്യുമെന്റ് ആണത്. എന്ന് പറഞ്ഞ പോലെ മൈക്രോ പ്രോസസ്സറിന് ഈ പറഞ്ഞ ഇന്ററപ്റ്റ് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് INTA, ഇന്ററപ്റ്റ് അക്നോളജ്മെന്റ്. അതാണ് INTA. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മൈക്രോ പ്രോസസ്സർ ഡിവൈസിനെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? മൈക്രോ പ്രോസസ്സർ ഇന്ററപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഈ സിഗ്നലാണ് അങ്ങോട്ട് ശരി കിട്ടിയെന്ന് അറിയിക്കും. ഓക്കെ, ഇനി റെസ്പോണ്ടിങ് ടു ആൻ ഇന്ററപ്റ്റ് മേ ബി ഇമ്മീഡിയറ്റ് ഓർ ഡിലേഡ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ഇന്ററപ്റ്റ് ഈസ് മാസ്കബിൾ ഓർ നോൺ മാസ്കബിൾ ആൻഡ് വെദർ ഇന്ററപ്റ്റ്സ് ആർ ബീങ് മാസ്ക്ഡ് ഓർ നോട്ട്. അതായത് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണെങ്കിൽ ഉടനെ റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ. അതല്ല, അത് മാസ്കബിൾ ആണെങ്കിൽ ഇപ്പോൾ നടത്തുന്ന എന്ത് പ്രോസസ്സാണോ എന്ത് പ്രോഗ്രാമാണോ നടത്തുന്നത് അത് കുറച്ചും കൂടെ നേരം നടത്തിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇന്ററപ്റ്റിനോട് റെസ്പോണ്ട് ചെയ്താൽ മതി. ഇനി there are 2 ways of redirecting the execution to the ISR depending upon the whether interrupt is vectored or not. ISR എന്ന് വെച്ചാൽ എന്താ? ഇന്ററപ്റ്റ് സർവീസ് റുട്ടീനാണ്. ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏത് റുട്ടീനിലേക്കാണ് ചാടേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ISR. ഇനി വെക്റ്റേർഡ് ആണോ നോൺ വെക്റ്റേർഡ് ആണോ അനുസരിച്ച് 2 തരത്തിൽ നമുക്ക് റീഡയറക്ഷൻ നടക്കും. ഒരെണ്ണം the vector address is already known to the microprocessor. 2, device will have to supply the vector address to the
മൈക്രോ പ്രോസസർ. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് വെക്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇന്ററപ്റ്റ് ആണെങ്കിൽ പിന്നെ അവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇന്ന ഇന്ററപ്റ്റ് ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ മൈക്രോ പ്രോസസർ അറിയും അത് ഇന്ന അഡ്രസ്സിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം മൈക്രോ പ്രോസസർ നേരിട്ട് അങ്ങോട്ടേക്ക് ഇതിന്റെ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി അതല്ല, നമ്മൾ വെക്റ്റേർഡ് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രപ്റ്റ് സിഗ്നൽ അയക്കുന്ന ഡിവൈസ് തന്നെ സിഗ്നൽ കൊടുക്കേണ്ടി വരും ഇന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് നീങ്ങുക എന്ന്. So these are two ways of redirecting the execution. Okay. Any masked interrupt process in the 8085 is controlled by a single flip-flop inside the microprocessor. Masked എന്ന് വെച്ചാൽ നമുക്ക് ഡിലേ വരുത്താം. ഡിലേ വരുത്താം എന്നുള്ള കുട്ടികളാണ് നമ്മൾ മാസ്കബിൾ എന്ന് വിളിക്കുക. അപ്പൊ ഈ എങ്ങനെ ഡിലേ വരുത്തും അല്ലെങ്കിൽ എങ്ങനെ മാസ്ക് ചെയ്യും? യൂസിങ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ചാൽ വേറെ നല്ല ഒരു 1 ബിറ്റ് അഡ്രസ് ആണ്. അത് 1 ആകാം 0 ആകാം. ഓക്കെ, ദിസ് ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് കൺട്രോൾഡ് ബൈ യൂസിങ് ദ 2 ഇൻസ്ട്രക്ഷൻസ് EI ആൻഡ് DI. എനേബിൾ ഇന്ററപ്റ്റ് ആൻഡ് ഡിസേബിൾ ഇന്ററപ്റ്റ് എന്നുള്ള രണ്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ എനേബിൾ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഇന്ററപ്റ്റ് എനേബിൾഡ് ആവും. ഓക്കെ, അതല്ല DI ഡിസേബിൾ ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ററപ്റ്റ് ഡിസേബിൾഡ് ആവും. അപ്പൊ ഓക്കെ, ഈ ഒരു ഇന്ററപ്റ്റ് എനേബിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എനേബിൾ എന്നുള്ള സിഗ്നൽ കൊടുത്താൽ മാത്രമേ ഇന്ററപ്റ്റിന് വരാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ? അത് ഇസ് മാസ്കബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മൈക്രോ പ്രോസസർ ഏതെങ്കിലും ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് DI ഡിസേബിൾ ഇന്ററപ്റ്റ് എന്നുള്ള സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പെരിഫറൽ ഡിവൈസ് അല്ലെങ്കിൽ ആർക്കാണോ ഈ പറഞ്ഞ ഡിസേബിൾ ഇന്ററപ്റ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടിയത് അവർക്ക് ഇന്ററപ്റ്റ് ഒന്നും അയക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമ്മുടെ മൈക്രോ പ്രോസസർ തന്നെ എനേബിൾ ഇന്ററപ്റ്റ് കൊടുക്കേണ്ടി വരും. ഇനി the 8085 has a single non-maskable interrupt, that is trap, TRIP. Okay, the non-maskable interrupt is not affected by the value of the interrupt enabled flip flop. ഈ ട്രാപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് നോൺ മാസ്കബിൾ ആണ്. സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് affected by the interrupt enabled flip flop. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ്സ് ഏതൊക്കെ നോക്കാം. There are 5 software interrupt inputs: INDR, RST, RST 6.5, RST 7.5 and TRAP. ഇത് സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് അല്ല, ടൈപ്പിംഗ് എറർ ആണ്. ആക്ച്വലി ദീസ് ആർ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ്. ഓക്കെ, ടൈപ്പിംഗ് എറർ പറ്റിയാണോ? സോറി, ഞാൻ കറക്റ്റ് ചെയ്യാം. ദീസ് ആർ ഹാർഡ്വെയർ ഇന്ററപ്റ്റ്സ്. ഇനി ഏറ്റവും ആദ്യത്തെ നോക്കാം INDR. INDR എന്താ? ഇറ്റ് ഈസ് ഓൺലി നോൺ വെക്റ്റേർഡ് ഇന്ററപ്റ്റ്. ഈ INDR ആണ് നമുക്ക് വെക്റ്റേർഡ് അല്ലാത്ത ഒരു ഇന്ററപ്റ്റ് ഉള്ളത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഇതിന്റെ അഡ്രസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇന്ററപ്റ്റ് കൊടുക്കേണ്ടി വരും. ആൻഡ് ദിസ് ഇസ് ഓൾസോ മാസ്കബിൾ. ഓക്കെ, ദിസ് ഓൾസോ മാസ്കബിൾ യൂസിങ് ദ EI DI ഇൻസ്ട്രക്ഷൻ. എനേബിൾ ഇന്ററപ്റ്റ് ഡിസേബിൾ ഇന്ററപ്റ്റ് നമുക്ക് മാസ്ക് ചെയ്യാം. ഇത് സാധാരണ വരാൻ ചാൻസ് ഉള്ളത് ഒരു കീബോർഡിൽ നിന്നോ മൗസിൽ നിന്നോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സംശയം വരും, ഈ 8085 ഒരു 8-bit മൈക്രോ പ്രോസസറല്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ലല്ലോ, കീബോർഡ് ഇവിടുന്ന നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് കീബോർഡ് ഉപയോഗിക്കാം. ഓക്കെ, മൈക്രോ പ്രോസസർ കിറ്റുകൾ നമുക്ക് കിട്ടും, അതിന്റെ ആപ്പുകളും ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു കീബോർഡ് ഉണ്ട്, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ PC-യുടെ കീബോർഡ് പോലെ അല്ലെങ്കിലും ഇതിന്റെ കമാൻഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കീബോർഡുകളുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് വരുന്ന ഇന്ററപ്റ്റ് തന്നെയാണ് നമ്മൾ INDR ഉപയോഗിക്കുക. ഓക്കെ, ഇത് ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി ആൻഡ് ദിസ് ക്യാൻ ബി ഡിസേബിൾഡ് ഓൾസോ. EI ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അത് ക്ലിയർ ആണ്. കാരണം ഇതിനാണ് ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ ഇന്ററപ്റ്റ് ആണ് ഇത്. ഇനി RST 5.5, 6.5, 7.5. ഓക്കെ, they are all maskable and automatically vectored. അപ്പോൾ വെക്റ്റേർഡ് ഇന്ററപ്റ്റ് ആണ്, മാസ്കബിൾ ആണ്. അതായത് നമുക്ക് തടഞ്ഞു നിർത്താം. ഓക്കെ, ഡിലേ വരുത്താം. RST 7.5 interrupt is a maskable interrupt that is generated by a software instruction. അപ്പോൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻ വഴി നമുക്ക് ഇത് എനേബിൾ ചെയ്യും. It has the second highest priority. Okay. ഇനി RST 6.5 is also a software generated maskable interrupt as the third highest priority. 5.5 ആണ് fourth highest priority. And TRAP is the only non-maskable interrupt in 8085. It is also automatically vectored. Okay.
ഇത് എമർജൻസി ആയിട്ടുള്ള ഒരു ഇന്ററപ്റ്റ് ആണ്. കാരണം എന്താ, ഇറ്റ് ഇസ് ജനറേറ്റഡ് ബൈ എക്സ്റ്റേണൽ ഡിവൈസ് സച്ച് ആസ് എ പവർ ഫെയിലിയർ ഓർ എ ഹാർഡ്വെയർ മാൽ ഫംഗ്ഷൻ. നമുക്ക് പെട്ടെന്ന് പവർ ഓഫ് ആയി പോയി, അല്ലെങ്കിൽ പവർ ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയോ ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ മാൽ ഫംഗ്ഷൻ ചെയ്യുകയോ കേടാവുകയോ കേടായ ഒരു സിഗ്നൽ അയക്കുകയോ ചെയ്തു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ ട്രാപ്പ് എന്നുള്ള ഇന്ററപ്റ്റ് എനേബിൾ ഉണ്ടാവുക. ഓക്കെ, അതിന് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല, കാരണം അതിന് ഡിലേ നിർത്തിയില്ല. ഓക്കെ, this is having the highest priority. This cannot be disabled. ഒരിക്കലും നമുക്ക് ഡിസേബിൾ ചെയ്യാനും പറ്റില്ല.